എല്ലാവർക്കും മുത്തശ്ശി കഥയിലേക്ക് സ്വാഗതം. നമ്മൾ സത്യവാൻ്റെയും സാവിത്രിയുടെയും കഥയാണ് കഴിഞ്ഞ തവണ പകുതിയാക്കി നിർത്തിയത് അല്ലേ? ഇന്ന് അതിൻ്റെ ബാക്കി പറയാം. കാട്ടിൽ വിറക് വെട്ടാൻ സത്യവാൻ പോയപ്പോൾ സാവിത്രിയും പുറകെ കൂടെ പോയി വിറക് വെട്ടിക്കൊണ്ട് നിന്നപ്പോൾ സത്യവാന് ക്ഷീണം വന്നു, തലവേദന എന്നൊക്കെ പറഞ്ഞ് അവിടെ ആ മണ്ണിൽ കിടന്നു, വയ്യാതെ കിടന്നു. അപ്പോൾ സത്യവാൻ്റെ തല സാവിത്രി എടുത്ത് മടിയിൽ വെച്ചു എന്ന് അതുവരെ നമ്മൾ കേട്ടു അല്ലേ? അങ്ങനെ ഇരുന്നു. അവൾക്ക് മനസ്സിലായി ഇതാ വന്നിരിക്കുന്നു എന്ന്, ഭർത്താവിൻ്റെ മരണസമയം ഇതാ അടുത്തു കഴിഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലായി. ആ ഒരാൾക്ക് സാവിത്രിക്കും സാവിത്രിയുടെ അച്ഛനും മാത്രമേ അറിയുള്ളൂ ഈ ഒരു കാര്യം. സാവിത്രിക്ക് മനസ്സിലായി. സാവിത്രിയുടെ ഹൃദയം അങ്ങനെ പട്ടാന്ന് പിടയ്ക്കാൻ തുടങ്ങി. എന്താ ചെയ്യുക? കൊടുങ്കാടിൻ്റെ ഉള്ളിൽ ഭർത്താവ് അവിടെ വെച്ച് ഭർത്താവ് മരിക്കുക, പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ എന്നാലും ധൈര്യം കൈവെടിഞ്ഞില്ല. ധൈര്യമായിട്ടിരുന്നു. സത്യവാൻ അങ്ങനെ നിലത്ത് ഇങ്ങനെ കിടക്കുകയാണ്. മടിയിലെടുത്ത് വെച്ചു ഭർത്താവിൻ്റെ തല. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ട് മുമ്പിലായിട്ട് ഒരു കറുത്തൊരു സ്വരൂപം കണ്ടു. കണ്ണൊക്കെ ഇങ്ങനെ തീക്കട്ട പോലെ, പിന്നെ കയ്യിലൊരു കയറ്. ആ ഒരു സ്വരൂപം സത്യവാനെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ സാവിത്രിക്ക് മനസ്സിലായി ആരാ വന്നേന്ന്. യമദേവനാണ്, യമധർമ്മരാജാവാണ് വന്നിട്ടുള്ളത് എന്ന് സാവിത്രിക്ക് മനസ്സിലായി. യമധർമ്മരാജാവിനെ സാവിത്രി മുമ്പിൽ അങ്ങനെ കാണുക. അപ്പോൾ അത് ആ പാതിവ്രതത്തിൻ്റെയും അതുപോലെ വ്രതം നോറ്റല്ലോ 3 ദിവസം. ഇപ്പോഴും വ്രതത്തിലാണ്. സന്ധ്യ കഴിഞ്ഞേ ഞാൻ വല്ലതും കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണല്ലോ വീട്ടിൽ നിന്ന് പോകുന്നത്. വിളക്ക് വച്ചിട്ടേ വല്ലതും കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും വ്രതത്തിലാണ്. അത്രയും പാതിവൃത്യവും വ്രതശുദ്ധിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് യമധർമ്മരാജാവിനെ സാവിത്രിക്ക് നേരെ കാണാൻ പറ്റിയത്. അപ്പോൾ സാവിത്രി ഭർത്താവിൻ്റെ ശിരസ് പതുക്കെ മടിയിൽ നിന്ന് എടുത്ത് നിലത്ത് വെച്ചു. എന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ആ രൂപത്തിനെ തൊഴുതു. എന്നിട്ട് ചോദിച്ചു, ദേവാ എന്തിനാണ് ഒരുക്കം എന്ന് ബഹുമാനത്തോടെ ചോദിച്ചു. അവിടുന്ന് എന്തിനാ ഒരുങ്ങണേ, എന്താണ് അങ്ങയുടെ ഒരുക്കം, എന്തിനാ ഭാവിക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ രൂപം പറഞ്ഞു, സത്യവാൻ്റെ ആയുസ് കഴിഞ്ഞിരിക്കണു, സത്യവാൻ്റെ ആയുസ് അറ്റുപോയി, ഞാൻ അത് കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാവിത്രി പറഞ്ഞു, സാധാരണ അങ്ങയുടെ കിങ്കരന്മാരാണല്ലോ ഈ ജോലി ചെയ്യാറ്, എന്നാൽ ഇപ്പോൾ അങ്ങ് തന്നെ നേരിട്ട് ഇത് ചെയ്യണു, അതിൻ്റെ കാരണം എന്താ എന്ന് ചോദിച്ചു. സാവിത്രിക്കൊരു പേടിയൊന്നും തോന്നിയില്ല. നേരെ ഇങ്ങനെ ഒരാളെ കാണുന്നത് പോലെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു. അപ്പോൾ ആ രൂപം യമധർമ്മൻ പറഞ്ഞു, സാവിത്രി, സത്യവാൻ അതീവ ധർമ്മിഷ്ഠനാണ്, അത്യന്തം ധർമ്മിഷ്ഠനാണ്. കിങ്കരന്മാർ അവരെ സമീപിക്കുന്ന ഇവനെ കിങ്കരന്മാർ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, യുക്തമല്ല. അതുകൊണ്ട് ഞാൻ തന്നെ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ തുടർന്ന് എന്താ സംഭവിച്ചേ? യമധർമ്മരാജാവ് സത്യവാൻ്റെ ജീവൻ ഇങ്ങോട്ട് എടുത്തു. അതോടെ ഈ സത്യവാൻ്റെ ശരീരത്തിന് ചലനമൊന്നും ഇല്ലാണ്ടായി, മരിച്ചു. ശ്വാസോച്ഛ്വാസം ഇല്ലാതെയായി, നിറം മാറി, അങ്ങനെ കിടക്കുകയാണ്. ആ ജീവനും കൊണ്ട് യമധർമ്മൻ തെക്കു ഭാഗത്തേക്ക് അങ്ങനെ നടന്നു പോയി. സാവിത്രി എന്ത് ചെയ്തു? ഈ യമധർമ്മരാജാവിൻ്റെ പുറകെ അങ്ങനെ നടന്നു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം യമന് മനസ്സിലായി, സാവിത്രി എൻ്റെ പുറകെ വരുന്നുണ്ട് എന്ന് യമധർമ്മരാജാവിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാവിത്രി മടങ്ങിപ്പോക്കോളൂ, സത്യവാന് വേണ്ടിയുള്ള ശേഷക്രിയകളൊക്കെ യഥാവിധി ചെയ്യൂ എന്ന് പറഞ്ഞു. നിൻ്റെ ധർമ്മങ്ങളെല്ലാം നീ അനുഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു.
നിനക്ക് വരാവുന്ന ദൂരവും കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യർക്ക് വരാൻ പറ്റുന്ന അത്രയും ദൂരം കഴിഞ്ഞിരിക്കണു ഇപ്പോൾ, നീ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സാവിത്രി പറഞ്ഞു, ദേവാ, അങ്ങ് എൻ്റെ ഭർത്താവിനെ എവിടേക്ക് കൊണ്ടുപോകുന്നോ അവിടേക്ക് ഞാനും വരും, തീർച്ചയാണ്. ഈശ്വരഭക്തിയും വ്രതശക്തിയും പാതിവൃത്യവും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വഴിയിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല. നല്ല ഉറപ്പാണ് സാവിത്രിക്ക്. ഞാൻ ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ ഭർത്താവിനെ പിന്തുടരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഒരു മാറ്റമില്ല എൻ്റെ തീരുമാനം. അത് നമ്മൾ മുമ്പും കണ്ടതാണ് അല്ലേ. ആയുസ് കുറവാണ്, ആയുസ് ഒരു കൊല്ലത്തേക്കേ ഉള്ളൂ, ഇതിൽ നിന്ന് പിന്മാറണം എന്ന് അച്ഛൻ പറഞ്ഞപ്പോഴും അന്നും സാവിത്രി സമ്മതിച്ചില്ല. എനിക്ക് ഈ ആൾ മതി എന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു ഉറച്ച തീരുമാനം അത് എന്നുള്ളതാണ് സാവിത്രിക്ക്. ഈ ഒരു തീരുമാനത്തിൽ നിന്നും സാവിത്രി പിന്മാറില്ല എന്ന് യമധർമ്മനോടാണ് പറയണത്. അപ്പോൾ യമധർമ്മൻ വീണ്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറകെ സാവിത്രി അങ്ങനെ പോയി. കുറേ കഴിഞ്ഞ് യമൻ പിന്നെയും തിരിഞ്ഞു നിന്നു. അപ്പോൾ സാവിത്രി, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, നീ വരം ചോദിച്ചോ, എന്തു വരവും ഞാൻ തരാം, സത്യവാൻ്റെ ജീവൻ ഒഴിച്ച് വേറെ എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ചോദിച്ചു, വരം തരാം എന്ന് പറഞ്ഞല്ലോ. ആദ്യം എൻ്റെ അന്ധനാണ് എൻ്റെ ശ്വശുരൻ, എന്ന് വച്ചാൽ സത്യവാൻ്റെ അച്ഛൻ അന്ധനാണ്, അദ്ദേഹത്തിന് കാഴ്ചശക്തി കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വരം കൊടുത്തു. അദ്ദേഹത്തിന് കാഴ്ചശക്തി കിട്ടാനുള്ള വരം കൊടുത്തു. ആ വരം നൽകിയിട്ട് യമധർമ്മൻ വീണ്ടും യാത്ര തുടർന്നു. പക്ഷേ സാവിത്രി അപ്പോഴും യമധർമ്മൻ്റെ പുറകെ പോവുക തന്നെയാണ്. യമന് ദേഷ്യമാണ് തോന്നേണ്ടത്, പക്ഷേ സന്തോഷമാണ് തോന്നി. അവളുടെ ധൈര്യം, ആ ഉറച്ച തീരുമാനം, ഞാൻ ഭർത്താവിനെ പിന്തുടരുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത്. ആ ഉറച്ച തീരുമാനവും ധൈര്യവും ഒക്കെ കണ്ടിട്ട് യമധർമ്മരാജാവിന് സന്തോഷമാണ് തോന്നിയെന്ന് ആണ് പറയണത്. അദ്ദേഹം പിന്നെയും പറഞ്ഞു, സാവിത്രി, നീ ഒരുപാട് ദൂരം അങ്ങോട്ട് പോന്നു, ഒരു വരവും കൂടി മേടിച്ചിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ചോദിച്ചതിൻ്റെ പുറമെ ഒരു വരവും കൂടി ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പം സാവിത്രി എന്താ ചോദിച്ചത്? എൻ്റെ ശ്വശുരൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട രാജ്യം വീണ്ടും കിട്ടണം എന്ന് പറഞ്ഞു. ആ വരവും യമധർമ്മൻ കൊടുത്തു. മുമ്പത്തെ പോലെ മുമ്പോട്ട് പോയി. കുറേ ദൂരം പോയിട്ടും സാവിത്രി നിഴൽ പോലെ അങ്ങനെ പിന്തുടരുക തന്നെയാണ് യമധർമ്മരാജാവിനെ. അപ്പോൾ അദ്ദേഹം പിന്നെയും പറഞ്ഞു, എന്നാൽ ഇനി ഒരു വരവും കൂടി തരാം, എന്നിട്ട് അത് മേടിച്ചിട്ട് എന്തായാലും തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ വരമായിട്ട് എൻ്റെ അച്ഛന്, സാവിത്രിയുടെ അച്ഛന് ആൺമക്കളില്ല, അച്ഛന് 100 ആൺമക്കളുണ്ടാവണം, അതിന് ഒരു വരം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സാവിത്രിയുടെ അച്ഛന് സാവിത്രി മാത്രമേ ഒരു മകളുള്ളൂ. അത് തന്നെ ഒരുപാട് കാലം തപസ് ചെയ്ത് വ്രതം നോറ്റിട്ടും ഒക്കെ കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു വരം ചോദിച്ചു, അച്ഛന് 100 ആൺമക്കളുണ്ടാവണം, അതിന് വരം തരണം എന്ന് പറഞ്ഞു. അതും ഈ യമധർമ്മരാജാവൻ കൊടുത്തു. എന്നിട്ട് പിന്നെയും നടന്നു. കുറേ ദൂരം പോയിട്ട് പിന്നെയും ഉണ്ട് സാവിത്രി പുറകെ. എന്ത് ചെയ്തിട്ടും അവൾ വിടണില്ല. അപ്പോൾ സാവിത്രി ഒരുപാട് ദൂരമായി ഇങ്ങോട്ട് പോന്നിട്ട്, ഞാൻ 4ാമത്തെ വരവും തരാം, എന്നിട്ട് അത് വാങ്ങിയിട്ട് പോകണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവിനെ പിന്തുടരുമ്പോൾ എനിക്ക് സാവിത്രി പറഞ്ഞതാ, ഭർത്താവിനെ ജീവൻ ആണ് കൊണ്ടുപോകുന്നത്, ഭർത്താവിൻ്റെ ശരീരം അവിടെ കിടക്കുക കാട്ടിൽ, ജീവനെയാണ് പിന്തുടരുന്നത്. അപ്പോൾ ഈ ഭർത്താവിനെ പിന്തുടരുമ്പോൾ എനിക്ക് ദൂരമൊന്നും ഒരു ദൂരമേ അല്ല, ക്ഷീണം ഒരു ക്ഷീണവും അല്ല. 4ാമത്തെ വരം ഞാൻ ചോദിക്കാൻ പോവുകയാണ്, എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് 100 പുത്രന്മാരുണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ 4ാമത്തെ വരവും കൊടുത്തു. ആ വരവും കൊടുത്തു യമധർമ്മൻ, ഒരാലോചനയില്ലാണ്ടേ. യമധർമ്മന് തെറ്റിപ്പോയി, വരം കൊടുത്തു ഇവളൊന്ന് പുറകിൽ നൊഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതായിരിക്കും, ഓർമ്മ പിശക് പറ്റി. അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് 100 പുത്രന്മാരുണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ ആ വരവും കൊടുത്തു.
എന്നിട്ടും സാവിത്രി പിന്തിരിഞ്ഞില്ല. എന്നുവെച്ചാൽ യമധർമ്മൻ രാജാവ് പിന്നെയും നടന്നു, സാവിത്രി പിന്നെയും അനുഗമിക്കുകയാണ്. അപ്പോൾ ഇനി വരരുത്, ആരും വന്നിട്ടില്ലാത്തയിടത്ത് നീ ഇപ്പം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു, അപ്പോൾ ഞാൻ നിനക്ക് ഒരു വരം കൂടി തരാം എന്ന് പറഞ്ഞു. വരം കൊടുത്ത് ഇവളെ ഒഴിവാക്കാൻ നോക്കുകയാണ്. പക്ഷേ അവൾ ഒഴിഞ്ഞു പോകണ്ടേ. അപ്പോൾ സാവിത്രി പറഞ്ഞു, ദേവാ, ഭർത്താവിൽ നിന്ന് എനിക്ക് 100 പുത്രന്മാരുണ്ടാവണമെങ്കിൽ എന്തു വേണം? ഭർത്താവ് ജീവിച്ചേ പറ്റുള്ളൂ. ഭർത്താവില്ലാതെ എനിക്ക് എങ്ങനെ 100 പുത്രന്മാരുണ്ടാവും? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ എവിടേക്കാണ് ഈ കൊണ്ടുപോണത്? പിന്നെ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ജീവനും കൊണ്ട് പോണത്? അങ്ങ് അദ്ദേഹത്തെ ജീവിപ്പിക്കണം. അതാണ് എനിക്കിപ്പോൾ വേണ്ട 5ാമത്തെ വരം എന്ന് പറഞ്ഞു. ശരിയല്ലേ? സാവിത്രി പറഞ്ഞു, ഭർത്താവില്ലാതെ എങ്ങനെ എനിക്ക് മക്കളുണ്ടാവും? യമധർമ്മന് യാതൊരു സംശയവും ഉണ്ടായില്ല. വരം കൊടുത്തു. യമധർമ്മൻ യാത്രയായി. ആ വരവും കൊടുത്തിട്ട് യമധർമ്മൻ പോയി. സാവിത്രി ഒരോട്ടോടി അവിടെ നിന്ന് ഇങ്ങോട്ട് അത്രയും ദൂരത്തുനിന്ന് ഭർത്താവ് കിടക്കുന്ന സ്ഥലത്തേക്ക് ശരം വിട്ട പോലെ ഓടി. എത്ര ദൂരമാണ് പോയത്? ഭർത്താവിൻ്റെ മൃതശരീരം കിടക്കുന്ന സ്ഥലത്തെത്തി. ഓടി അവൾ അവിടെ എത്തി. 3 ദിവസം 4 ദിവസമായിട്ട് പട്ടിണി കിടക്കുന്ന ആളാണ്. അതൊന്നുമില്ല ഒരു വിചാരം. പക്ഷേ ഓടി എത്തി. അതേ നിലയിൽ കിടക്കുകയാണ് ശരീരം. അപ്പോൾ അവൾ വേഗം അവൻ്റെ അടുത്തിരുന്നു, സത്യവാൻ്റെ അടുത്തിരുന്നു. ശിരസ് ആദ്യം വെച്ചിരുന്നത് പോലെ തന്നെ തല എടുത്ത് മടിയിൽ വെച്ചു. അപ്പോൾ അത്ഭുതം എന്ന് പറയാം, അല്ലാതെ എന്താ പറയുക, സത്യവാൻ്റെ മുഖത്തെ ആ നിറമാറ്റമൊക്കെ മാറി. ശരീരത്തിന് ചൂട് വന്നു തുടങ്ങി. തണുത്ത ശരീരം, ഇത്രയും നേരമായില്ലേ മരിച്ചിട്ട്. അപ്പോൾ ആ തണുത്ത ശരീരത്തിനൊക്കെ ചൂട് വന്നു. പതുക്കെ ശ്വാസോച്ഛ്വാസം വന്നു. സത്യവാൻ കൈയും കാലുമൊക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കാൻ തുടങ്ങി. മൂരി നിവർന്നിട്ട് എണീറ്റ് അങ്ങോട്ട് ഇരുന്നു. സാവിത്രി, എൻ്റെ തലവേദനയും തളർച്ചയൊക്കെ ഉണ്ടായി എനിക്ക്. ഞാനങ്ങനെ പരവശനായി നിലത്ത് കിടന്നു. നീ എൻ്റെ തല എടുത്ത് മടിയിലും വെച്ചു. അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിന് ശേഷം എന്താ ഉണ്ടായേ, ഞാനിങ്ങനെ ഏതോ ഒരു കൂരിരുട്ടിലേക്ക് അങ്ങോട്ട് പോണ പോലെ തോന്നി എനിക്ക്. ഒരു തേജസ്സുള്ളൊരു മഹാപുരുഷൻ വന്നു. അദ്ദേഹം ആരായിരുന്നു നിനക്കറിയാമെങ്കിൽ പറയ് എന്ന് പറഞ്ഞു. ഞാനെന്താ സ്വപ്നം കണ്ടതാണോ? നീ കണ്ടുവോ അദ്ദേഹത്തെ? നല്ലൊരു തേജസ്സുള്ളൊരു പുരുഷൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ സ്വപ്നം കണ്ടതാണോ? നീ അദ്ദേഹത്തെ കണ്ടോ? നീ ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, നീ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ സാവിത്രി പറഞ്ഞു, ഞാനെല്ലാം നാളെ പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് ഒരുപാട് നേരം വൈകി. സൂര്യൻ അസ്തമിച്ചിട്ട് നേരം കുറേ ആയി. വനത്തിലാണ്, വലിയ കാട്ടിലെ മൃഗങ്ങളുടെ ശബ്ദമൊക്കെ കേട്ട് തുടങ്ങി. നമുക്ക് നമ്മുടെ ആ താമസിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോവാം എന്ന് പറഞ്ഞു. ഈ ഇരുട്ടിൽ എങ്ങനെയാണ് നടക്കുക? എനിക്ക് നിന്നെക്കുറിച്ച് നല്ല ഭയമുണ്ട്. നീയാണെച്ചാൽ 3-4 ദിവസമായി ഈ പട്ടിണിയാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. ഈ കാട്ടിൽ കൂടി ഈ ഇരുട്ടത്ത് എങ്ങനെ നടക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അങ്ങ് വെട്ടിയ വിറകെടുത്തിട്ട് തീ കൂട്ടാം. അങ്ങേക്ക് ഇപ്പോഴും അല്പം ക്ഷീണം തോന്നുന്നുണ്ട് അല്ലേ? നമുക്ക് ഇങ്ങനെ ഇവിടെ രാത്രി കഴിക്കാം, രാവിലെ എണീറ്റ് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ സത്യവാൻ പറഞ്ഞു, അത് വേണ്ട. അച്ഛനും അമ്മയും ഭരണശാലയിൽ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു നേരം വൈകി അവിടെ ചെന്നിട്ടില്ല. ഇത്രയും നേരം വൈകി മകനെ കാണാതിരിക്കുമ്പോൾ എന്താ അവർക്ക് വിഷമാവില്ലേ? രാത്രിയിൽ ചെല്ലാതിരുന്നാൽ കണ്ണ് കാണാത്ത അച്ഛൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇപ്പം തന്നെ പോവാം. വൈകിയാൽ കാഴ്ചയില്ലെങ്കിലും അച്ഛൻ എന്നെ അന്വേഷിക്കും. അച്ഛനും അമ്മയും പലപ്പോഴും ഒരു കാര്യം എന്നോട് പറയാറുണ്ട്, എന്നെ പിരിഞ്ഞാൽ അവർ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന്. അവർക്ക് ഒരൊറ്റ താങ്ങ് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് വേണ്ടി എൻ്റെ ജീവിതം തന്നെ എന്ന് പറഞ്ഞു സാവിത്രി. അപ്പോൾ സത്യവാന് സങ്കടം വന്നു അവരുടെ കാര്യം ആലോചിച്ചപ്പോൾ. അങ്ങനെ സാവിത്രി വേഗം എഴുന്നേറ്റ് നിന്ന് മുടിയൊക്കെ നന്നായിട്ട് കെട്ടി ഭർത്താവിനെ താങ്ങി എണീപ്പിച്ച് ഒരു കയ്യിൽ മഴുവെടുത്തു, മറ്റേ കൈ കൊണ്ട് സത്യവാനെ താങ്ങി പിടിച്ചു. സത്യവാൻ ഇപ്പോഴും നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ അവർ നടന്ന് പോയി. ആദ്യം
സത്യവാനിങ്ങനെ തളർച്ച തോന്നിയെങ്കിലും പിന്നെ ശക്തി കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല പഴയ പോലത്തെ ശക്തി കിട്ടി. ആ സമയത്ത് ഇവർ കാട്ടിൽ കൂടി അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് പർണശാലയിൽ എന്തൊക്കെയാണ് ഉണ്ടായത്? അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാഴ്ചയില്ലാത്ത അച്ഛന് പെട്ടെന്ന് കാഴ്ച കിട്ടി. എന്തൊരു സന്തോഷമാവും അല്ലേ? കണ്ണ് കാണാതെ ഇങ്ങനെ ഒന്നും കാണാതെ ഇരുട്ട് മാത്രമുള്ള ഒരാൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് കാഴ്ച കിട്ടുക, എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? എന്നാലും ഒരു പരിഭ്രമം ഉണ്ടാവാണ്ടിരുന്നില്ല. എന്താ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. മകനും ഭാര്യയാണെങ്കിൽ മടങ്ങിയെത്തിയിട്ടുമില്ല. രാത്രി കുറേ ആയി. ഇത്ര കാലം അവൻ ഇത്രയും വൈകിട്ടില്ല. അതാ രാജാവാണെങ്കിൽ ആ ഒരൊറ്റ മകനല്ലേ ഉള്ളൂ, പുത്രവത്സലനാണ് ആ രാജാവ്. ഒന്നാമത് കണ്ണ് കാണില്ല. ഇത്രയും നാളും ആ മകനല്ലേ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. അവനെ ഇത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കല്ലുകൊണ്ട് കാലിൽ മുറിവ് പറ്റി, ചെടികളുടെ മുള്ളുകൊണ്ട് ശരീരവും ഒക്കെ പറ്റി. ഇങ്ങനെ ഈ മകനെ അന്വേഷിച്ച് പോയി കണ്ണ് കാണാത്ത അച്ഛൻ. അപ്പോഴാണ് ഈ കല്ലും കൊണ്ട് പാദം മുറിഞ്ഞു, മുള്ളുകൊണ്ടു കാലിൽ. അങ്ങനെ അടുത്ത് വേറെയും ചില ആശ്രമങ്ങളൊക്കെ ഉണ്ട്. അവിടങ്ങളിലൊക്കെ ചെന്ന് ചില മുനിമാരും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ പറഞ്ഞു. അവരിൽ ചിലർ ഇവരെ ഈ അച്ഛനെയും അമ്മയും കൂടി ഈ ആശ്രമത്തിൽ എത്തിച്ചു. ദ്യുമത്സേനനെ സാന്ത്വനപ്പെടുത്തി അവിടെ ഇരുത്തി. പക്ഷെ അദ്ദേഹം അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. സത്യവാനെ കാണാനില്ല. സാവിത്രിയും ഒപ്പം പോയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്ര നേരം കാണാതിരിക്കില്ല, അവർക്ക് എന്തോ സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ ഒരു മുനി പറഞ്ഞു, സത്യവാൻ്റെ കൂടെ പതിവ്രതയായിട്ടുള്ള സാവിത്രിയാണുള്ളത്. ആ സ്ഥിതിക്ക് സത്യവാന് യാതൊരു ആപത്തും സംഭവിക്കില്ല എന്ന് സുവർച്ചസ് എന്ന് പറഞ്ഞിട്ടൊരു മുനി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, സത്യവാന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. എൻ്റെ തപശക്തി കൊണ്ട് ഞാനെല്ലാം മനക്കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞ് ഗൗതമൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഹർഷി. സാവിത്രി എല്ലാം തികഞ്ഞൊരു കുട്ടിയാണ്. അവൾക്കും സത്യവാനും യാതൊരു അപായവും വന്നു ചേരുകയില്ല എന്ന് ഭരദ്വാജൻ ഇങ്ങനെ ഓരോ മുനിമാരും അവരെ ഇങ്ങനെ അച്ഛനെയും അമ്മയും സാന്ത്വനിപ്പിച്ചുകൊണ്ടിരുന്നു. ദീർഘായുസിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് സത്യവാന്, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, അവർ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ശബ്ദം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, സത്യവാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ മുനിമാരിങ്ങനെ പറഞ്ഞു അവരെ ആശ്വസിപ്പിച്ചു. അപ്പോൾ അവരുടെ വാക്കുകൾ വെറുതെ ആയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് സത്യവാനും സാവിത്രിയും കൂടിയും കയറി വന്നു. കാട്ടിൽ കൂടി ഒരുപാട് നടന്ന് ബുദ്ധിമുട്ടി സാവിത്രി. ദ്യുമത്സേനൻ്റെ അന്ധത എങ്ങനെ മാറി സാവിത്രി എന്ന് ചോദിച്ചു. എല്ലാം പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു ഗൗതമ മുനി. അദ്ദേഹത്തിന് മനക്കണ്ണുകൊണ്ട് ദീർഘദൃഷ്ടി ഉള്ളതുകൊണ്ട് എല്ലാം മുമ്പേ മനസ്സിലായി. അപ്പോൾ സാവിത്രിയോട് പറഞ്ഞു, എല്ലാം കാട്ടിൽ വെച്ച് നടന്നതെല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ സാവിത്രി പറഞ്ഞു, ഞാനെല്ലാം പറയാം. ഭർത്താവിൻ്റെ മരണത്തിനെക്കുറിച്ച് നാരദ മുനി ആദ്യം തന്നെ എന്നോട് പറഞ്ഞിരുന്നു. മരണദിവസം വാസ്തവത്തിൽ ഇന്നായിരുന്നു. ആ കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇദ്ദേഹത്തെ വിട്ടുപിരിയാതെ പുറകെ പോയത്. യമധർമ്മൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവനും കൊണ്ട് പോയി. ഞാൻ യമധർമ്മരാജാവിനെ പ്രസാദിപ്പിച്ച് ആ ജീവനും മേടിച്ചു, കൂടാതെ വേറെ 4 വരങ്ങളും മേടിച്ചു. അതിലൊന്നാണ് അച്ഛന് കാഴ്ച കിട്ടുക എന്നുള്ളത്. മറ്റു വരങ്ങളും ലഭിച്ചു. ഓരോന്നായി ആ വരങ്ങളും എല്ലാം കാട്ടിൽ നടന്നതൊക്കെ അവിടെ എത്തിയപ്പം വരെയുള്ള കഥയൊക്കെ സാവിത്രി പറഞ്ഞു. രാവിലെ ഉണ്ട്, നേരം വെളിച്ചമായപ്പോൾ ഉണ്ട് വലിയൊരു ഘോഷയാത്ര
പർണശാലയുടെ മുമ്പിൽ വന്നിട്ട് നിൽക്കണു. മന്ത്രിമാർ, സേനാധിപന്മാർ, ഭടന്മാർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആരാ? സാൽവരാജ്യത്തിൽ നിന്ന് വന്നവരാണ് അവർ. സാൽവരാജ്യത്തെ രാജാവായിരുന്നല്ലോ ദ്യുമത്സേനൻ. മന്ത്രിമാർ ചെന്ന് പറഞ്ഞു, ദ്യുമത്സേനനെ വണങ്ങി. എന്നിട്ട് പറഞ്ഞു, തമ്പുരാനെ, ഞങ്ങൾ ശത്രു രാജാവിനെ വധിച്ചു. ശത്രുഭടന്മാർ നമ്മുടെ രാജ്യം വിട്ടോടി പോയി. അവിടുന്ന് തിരിച്ചു വന്ന് രാജ്യഭാരം ഏറ്റെടുക്കണം. അത് അപേക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ദ്യുമത്സേനനും രാജ്ഞിയും സത്യവാനും സാവിത്രിയും 4 പേരും കൂടി അവർ കൊണ്ടുവന്ന പല്ലക്കിൽ കയറി സാൽവരാജ്യത്തെത്തി. പ്രജകൾ അവരെ ആദരവോടെ എതിരേറ്റു. ദ്യുമത്സേനൻ പണ്ടത്തെ പോലെ രാജാവായി, സത്യവാൻ യുവരാജാവും ആയി. സത്യവാനും സാവിത്രിക്കും കാലം കൊണ്ട് 100 പുത്രന്മാരുണ്ടായി. യമധർമ്മരാജാവ് വരം കൊടുത്തിരുന്നല്ലോ, അതുപോലെ തന്നെ 100 പുത്രന്മാരുണ്ടായി. അശ്വപതി രാജാവിനും ജനിച്ചു 100 പുത്രന്മാർ. അതും ഒരു വരത്തിൽപ്പെട്ടതായിരുന്നല്ലോ. ഇതിനൊക്കെ കാരണം ഈ സാവിത്രിയുടെ പാതിവൃത്യമായിരുന്നു. അത് ആ പാതിവൃത്യത്തിൻ്റെ ശക്തി കാണിക്കാനാണ് ഈ ഒരു കഥ. സാവിത്രിയുടെ പാതിവൃത്യം കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടായി? അച്ഛന് കാഴ്ച തിരിച്ചു കിട്ടി, പോയ രാജ്യം തിരിച്ചു കിട്ടി, സ്വന്തം അച്ഛന് ആൺമക്കളുണ്ടായി, അവനോനും മക്കളുണ്ടായി. അല്ലെങ്കിൽ സത്യവാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഇരുന്നെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുമോ? മരിച്ചാൽ മരിക്കട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ അത് പണ്ടത്തെ കഥകൾ അങ്ങനെയാണ്. നമുക്ക് ഈ പാതിവൃത്യത്തിൻ്റെ ശക്തിയെപ്പറ്റി പറഞ്ഞു തരുന്ന കഥകളാണ്. ഇങ്ങനെയുള്ള സൽഗുണങ്ങൾ ഒക്കെ ഉണ്ടാവണം സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും വേണം പാതിവൃത്യം. എല്ലാവരും സത്യവാൻ്റെ പോലെ ആയിരിക്കണം. സാവിത്രി മാത്രമേ ഉള്ളൂ സത്യവാന്, സാവിത്രിക്ക് സത്യവാനും, സത്യവാന് സാവിത്രി. എല്ലാവരും അങ്ങനെ ആയാൽ നമ്മുടെ ഭൂമി എത്ര സുന്ദരം അല്ലേ? നമുക്ക് സ്വപ്നം കാണാം. അടുത്തൊരു കഥയുമായി അടുത്ത ആഴ്ച വരാം. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ്, പിന്നെ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ കഥയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കും വലിയവർക്കായാലും കുട്ടികൾക്കായാലും കേൾക്കേണ്ട കഥയാണ്. അതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറയണത്. കഥ കേൾക്കാനും അതുപോലെ ശ്ലോകം കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് എൻ്റെ ചാനലിൻ്റെ പൂന്താനത്തിൻ്റെയും വില്ലുമംഗലത്തിൻ്റെയും ശ്ലോകങ്ങൾ, ശ്രീകൃഷ്ണ കർണാമൃത ശ്ലോകങ്ങൾ ഞാൻ ചൊല്ലിയിടുന്നുണ്ട്. അതും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കേൾക്കുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.